സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാനും അശ്മിലും പാടി സിനാനൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരെ ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. സിനാന് പോവാണ് ഗൈസ്. സിനാൻ ഗോയിങ് ടു കോയമ്പത്തൂർ വർക്കിന് വേണ്ടിയിട്ട് പോവാണ്. പെട്ടെന്നുണ്ടായതാണ്. രണ്ട് ദിവസം മുന്നേ മിഞ്ഞാന്നാണ് എന്നോട് പറഞ്ഞത്. ഇവനോടൊക്കെ ഇന്നലെ പറഞ്ഞു. പെട്ടെന്നൊരു പോക്ക് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടൊരു പോക്കാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇതാ ഗേറ്റൊക്കെ അടച്ചു. അപ്പോൾ അല്ലെങ്കിൽ നേരെ 8 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ തന്നെ 7:21 സോ എന്തായാലും ട്രെയിൻ പോയിട്ട് നേരെ പോകണം. ഏകദേശം നമ്മൾ സിനാൻ്റെ വീട്ടിലേക്ക് എത്താനായി. മൊത്തം വെള്ളമാണ് ഗൈസ്. സ്റ്റാൻഡൊക്കെ തിരക്കരുത്, അതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. ഓ, ഇവിടെ എത്ര വെള്ളം കയറിയില്ലേ. ആകെ കുറച്ച് മഴ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഒരു വെള്ളമായി മൊത്തം വെള്ളം. എന്താ അല്ലേ. അപ്പോൾ സിനാൻ്റെ വരൻ്റെ അവിടേക്ക് പോകണ ഒരു ആ വൈക്കൽ എന്താ അവസ്ഥ. ഇൻഡിസ് റോഡ് ഉണ്ട്. ഓ അങ്ങോട്ടേക്കില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് മാത്രമുള്ളൂ, അങ്ങോട്ടേക്കില്ല. നല്ല വെള്ളമുണ്ട്. ഞാൻ നല്ലൊരു ഡെലിവറി പോയിട്ട് ചുങ്കത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ദാന ബേക്കറിൻ്റെ ഉള്ളിലേക്കുള്ള റോഡാണ്. ഈ വണ്ടീൻ്റെ അടുത്ത് കുറച്ച് ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം ഉള്ളൂ. കുറച്ചതിൻ്റെ വെള്ളം കുറവായി, പിന്നെ മൊത്തം വെള്ളം. സാമിൻ്റെ വണ്ടി മുങ്ങി വണ്ടിൻ്റെ സൈലൻസറിൻ്റെ മുകളിലെത്ത് വെള്ളം. പക്ഷെ ഞാൻ ഒരേ കൊടുക്കല് മേത്ത് മൊത്തം വെള്ളം. ഞാൻ മൊത്തം നനഞ്ഞ് ചെയ്തു. പക്ഷെ ആ നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് മൊത്തം പണിയെടുത്ത് ഇപ്പം എന്താണെന്ന് മാറ്റി. ഇപ്പം നേരം മൊത്തം വെള്ളം വെള്ളത്തിൽ നിന്ന് നേരം മുറ്റത്ത് അടി തട്ടി. അസ്സലാമു അലൈക്കും. അല്ലാ മൊത്തം വെള്ളം. തോണിയൊക്കെ വാങ്ങിന അവിടെ നിന്നിട്ട് പോകാൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പിന്നെ അനുഗ്രഹം മൊത്തം ശരി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് നനഞ്ഞു. ഏകദേശം കുറച്ച് നനഞ്ഞു. സോ മഴ തീർന്നിട്ട് വേണം എത്താൻ. പെട്രോൾ അടിക്കുന്നു. 100 രൂപ വണ്ടി മൊത്തത്തിരിക്കണം. കുറച്ച് നനഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ മൊത്തം നനഞ്ഞു, അശ്മിൽ നനഞ്ഞു. അപ്പോൾ പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് അറിയാത്തതാണ്. എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞു. നോക്കാം താഴേക്ക്. ഞാൻ വിൽപ്പുറത്തേക്കല്ല, ഞാൻ ചെക്കന്മാരുടെ അടുത്ത് പോകണം. ഇവിടെ അബ്ദുവിൻ്റെ അടുത്തേക്കൊക്കെ പോകാണ്ട്. സോ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. ടിക്കറ്റ് എടുക്കണം. കള്ളവണ്ടി കയറാ. ട്രെയിൻ അവിടെ എത്തി. ചക്കാരോടെ കെടി ഓക്കെ. ഞങ്ങളിനി അണ്ടർ ബ്രിഡ്ജ് കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ അപ്പുറത്തേക്ക് എത്തണം. ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ. ഫ്ലൈ ഓവർ അണ്ടർ ബ്രിഡ്ജ്. ഹാപ്പി ജേണി മുഹമ്മദ് സിനാൻ എന്നൊക്കെ പേരൊക്കെ ഇതോ. കാണുന്നുണ്ട്. മുള്ളാനും മുട്ടുന്നു. ഇവിടെ ടോയ്ലറ്റ് കഴിഞ്ഞ് ചെയ്ത് ഇനി ഇവിടെ നിന്നാണ്ട് വെച്ചാലോ വിചാരിച്ചിട്ട്. ട്രെയിൻ എവിടെ എത്തിടാ? 8:19 വെറുതെ മഴ കൊണ്ടുവന്നു. മഴ പോയി ചോർന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു മണ്ടന്മാരോട് മഴ ചോർന്നിട്ട് വരാം. മഴ ചോർന്നിട്ട് ഗൈസ് ട്രെയിൻ എവിടെ എത്തി നോക്കാം. ട്രെയിൻ ഗൈസ് അവിടെ ഒരു നീല കിളി കാണുന്നുണ്ടോ? എടാ ഒരു കല്ലെടുത്ത് തരണേടാ, അപ്പൊ മാറും. അതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഇടയ്ക്ക് പോയി. ഫറൂഖ് വള്ളിക്കുന്ന് പരിപാടി. കടലുണ്ടി വള്ളിക്കുന്ന് പരിപാടി. കടലുണ്ടി നിർത്തും അറിയില്ല. നേരെ വെക്കും ചിലപ്പം. 5 മിനിറ്റ് പാടിക്ക് വെക്കും ചിലപ്പം. അയ്യോ മറ്റേ വീഡിയോ ഉണ്ടല്ല, വലിയ സംഭവം പോകും. 2 ദിവസം കഴിയുമ്പോ
എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. തിരിച്ചോ ഗൈസ്, ഏകദേശം എത്തി. ഓ മൈ ഗോഡ്, എത്തി ഗൈസ്. വള്ളിക്കുന്ന് എത്താനായി. ഓ തിരിക്കട്ടാ. വള്ളിക്കുന്ന് പരപ്പനാടി 8:23. ഇപ്പൊ സമയം 8:19. കറി കഴിച്ചുനായ അതൊക്കെ കണ്ടൊക്കെ വേറെ ഉറങ്ങായിട്ടാ. ടെൻഷൻ പ്രഷർ. ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ബേക്കറി കയറാനേ ഞാൻ കയറ്റി തരാത്. ഓർക്കില്ല. അയ്യോ എല്ലാരും നോക്കട്ടെ. ഗൈസ് ട്രെയിൻ വന്നു ഗൈസ്, അതാ വരുന്നു. അയ്യോ പള്ളിക്കൊന്നും കുറച്ച് നേരമല്ലേ ഉള്ളൂ. അല്ലാ എടാ എനിക്ക് സ്റ്റാൻഡിൽ കയറട്ടോ. ഞാൻ ഇപ്പോഴാ ആക്കി തരാൻ ഒന്ന് മുടക്കാവുന്നതാ. മാക്സിമം നമ്മള് പിന്നോട്ട് വലിക്കണം എന്നാണ് നാട്ടില്. ആ പണിയുണ്ട്, പൈസയുണ്ട്. വന്നാ മതി. ഷോക്കാരിക്കും പിടിച്ച ചിലവര് വിടണ്ട. അത് ഫോണ് കിട്ടും. അയ്യതില്ലേ അയ്യോ ജനറൽ ഇപ്പൊ വരും. ജനറൽ ഇങ്ങനെ ഇവിടെ കുറച്ച് ഫ്രണ്ടിലേക്ക് കിടക്കണം. അല്ലാ കുറച്ച് മാറിക്കട്ടെ, അല്ലെങ്കിൽ കയ്യേറ്റ് പോകും. ട്രെയിന് വന്നു കരയല്ലേ മതി. ഓ മൈ ഗോഡ് ഇതൊക്കെ ജനറലാണ്. ആളില്ലാത്ത കയറിക്കോ, കുറച്ചാളില്ലേക്കാണ്ട് കയറിക്കോ. അതാണ് മൈ ഗാഡ്. എടാ അങ്ങോട്ട് ഫ്രണ്ട് പോണോ? കുറച്ച് ഫ്രണ്ട് പോയിക്കോ. ഇവിടെ കയറാ. പറയാനൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കാണും. കുട്ടിയോട് അയ്യോ പിടിച്ചോടാലോ. ജോലി പിടിച്ചേ ബാഗ് എടുത്തിട്ട് വരാം. ട്രെയിൻ എടുക്കാനായി തോന്നുന്നു. ഓക്കേടാ ഓക്കേടാ. 8:15 പറഞ്ഞ ട്രെയിൻ 8:30 വന്ന്. സോ ഇങ്ങനെ അവൻ പോയി. ഞാൻ നേരെ റയാൻ്റെ അടുത്തേക്ക് പോകണം. അവന് ഷോപ്പിൽ പോകും, ഷോപ്പിൽ കയറണം. അതുകൊണ്ട് കുറെ കൺട്രോൾ ചെയ്തു, പക്ഷെ കയ്യിൽ നിന്ന് എന്നാലും നമ്മൾ കൺട്രോൾ ചെയ്യും. ഓക്കെടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെടാ, ബൈ.